പുല്ലിന്. അത് കൊടുത്തിട്ട് അയാൾ എനിക്ക് 4000 റുപ്യ ടിപ്പ് തന്നു. ഭയങ്കര അഭിനന്ദനമൊക്കെ ആയിരുന്നു. അതേമാതിരി ഓരോ സാധനം മറന്നു ചെയ്യുന്നു. അപ്പോൾ നമ്മളത് കൊടുത്ത് വിശ്വാസത്തോടെ കൊടുത്താൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടും. ഇന്നലെ ഇപ്പോൾ ഇവിടെ സിസ്റ്റർ വന്നു. അവർ 2 മോതിരം അവിടെ വിരിച്ചു. അതും എൻ്റെ ബെഡിൽ. ഞാനെപ്പോൾ തന്നെ അവരെ വീട്ടുകാരെ ഏൽപ്പിച്ചു. അഞ്ച് പേരുണ്ടല്ലോ, എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യേ. ഇപ്പോൾ പോയോ എല്ലാവരും? കമൻറ്റ് ചെയ്യലൊക്കെ പോയോ? പിന്നെ അങ്ങനെ ഞങ്ങളവിടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ടിപ്പ് കിട്ടാറുണ്ട്. പിന്നെ മത്സരവും കാര്യങ്ങളും വിദേശികളൊക്കെ വരുമ്പോൾ അപ്പോൾ അവർ അതിനനുസരിച്ച് പ്രൈസ് തരും. ഓണസമയത്തൊക്കെ ആയിരിക്കും നല്ല 10 ദിവസത്തെ പരിപാടിയും വയ്ക്കും. 10 ദിവസം വൈകുന്നേരം 3 മണി തൊട്ടിട്ട് 5 മണി വരെ പ്രോഗ്രാമാണ്. എല്ലാ സ്റ്റാഫും ഉണ്ടാവും. ഇപ്പോൾ കിച്ചൺ സ്റ്റാഫ്, ഗാർഡൻ, പിന്നെ റൂം ക്ലീനിങ്ങിൻ്റെ, പിന്നെ മസാജിൻ്റെ, അങ്ങനെ എല്ലാ സ്ഥലത്തെത്തിയും സ്റ്റാഫുകളുണ്ടാവും. 500-ൻ്റെ അടുത്ത് സ്റ്റാഫുകളുണ്ടായിരുന്നത്. ശമ്പളം ഇപ്പോഴൊക്കെ ശമ്പളം നല്ല ശമ്പളമില്ലേ? നീ അവിടുത്തെ സ്റ്റാഫാണോ വൈജുക്കുട്ടി? എങ്ങനെ വലിയ റിസോർട്ടാണ്? ഇപ്പോഴത്തെ റിസോർട്ടൊന്നും വിശ്വസിക്കാൻ പറ്റൂല, ഫുള്ളും ഉടായിപ്പാണ്. അല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ ഉണ്ട്. അവിടെയൊക്കെ ഭയങ്കര പേടിയല്ല അവർക്ക്, ജനങ്ങൾ വിടൂല. ഇന്ത്യയിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. എനിക്ക് 2 ഹോം സ്റ്റേ ഉണ്ട്. ഇന്ന് സ്പാനിഷ് വൈഫ് ഹൗസ് ഉണ്ട് എന്നാണ്. ഓ അങ്ങനെയല്ലേ. ഹോം സ്റ്റേ എങ്ങനെ, ഒന്നാണോ? ഒന്നേ ഉള്ളൂ അതോ അതിലെങ്ങനെ വില്ലയായിട്ടാണോ വരുന്നത്? വില്ല റൂംസ് സെപ്പറേറ്റാ? വേഗം കിടന്നുറങ്ങണം. അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാനായി 2 എണ്ണം. ഓക്കെ, വില്ലയാണോന്ന്? ഇവിടെ 16 വില്ലുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റിസോർട്ട്. 16 വില്ലയും 36 റൂംസും. പിന്നെ ബാങ്കറ്റ് ഹാൾ വേറെ, കോൺഫറൻസ് ഹാൾ വേറെ, പിന്നെ കിച്ചൺ 2 കിച്ചണാണ്. 1 സ്റ്റാഫുള്ളതും 1 അവർക്കുള്ളതും. പിന്നെ ഓഫീസ് 2 ഓഫീസാണ് ഒരേ ബിൽഡിങ്ങിൽ തന്നെ ഒക്കെ. അതായത് 100 ഏക്കർ സ്ഥലത്താണ് അത്രയും വലിയ ബിൽഡിങ്. അതും കുന്നുപോലെ സ്ഥലം ഇടിച്ച് നിരത്തിയിട്ട് ഇത് നിൽക്കുന്നത് കുന്നിൻ്റെ മുകളിലാണ്. 1 കുമാരകം, 2 മാരാരികുളം. ഓക്കെ, നല്ല രീതിക്കൊക്കെ റിസോർട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല ലാഭകരമായൊരു ബിസിനസ് തന്നെയാണ്. പക്ഷേ വേണ്ടാത്ത ഓരോ ഉടായ്പൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. അതിൻ്റെ നടത്തിപ്പുകാർ നല്ല ഉഷാറായിരിക്കണം. അല്ലാതെ കാണുന്നു വരുന്നവരെയൊക്കെ വേണ്ടാത്തതിൽ കണ്ടാൽ അത് വേറൊരു രീതിക്കാണ്. സ്ട്രിക്റ്റ് ആയിരിക്കണം എപ്പോഴും. റിസോർട്ടൊക്കെ സ്റ്റാഫായാലും വരുന്നവരായാലും. ഇവിടെയൊക്കെ അങ്ങനെ വരുന്നവരൊക്കെ ഡീസൻറ്റ് ടീമേ വരും. പിന്നെ അവിടെ കഴിഞ്ഞിട്ട് തന്നെ 2 റിസോർട്ട് മരത്തിൻ്റെ മുകളിൽ പണിതിട്ട് അതിൽ ഫുൾ ടൈം ആവാം. 2 എണ്ണേ ഉള്ളൂ. ഫേസ്ബുക്ക് നോക്കുന്നതാണ്. ഫേസ്ബുക്കിൽ എന്താ സംഭവം? എൻ്റെ പേര് കിട്ടണ്ടേ? ഒന്നുമില്ലല്ലോ, ഫേസ്ബുക്കിലൊന്നുമില്ല.